കൊടുത്തുകൊണ്ട് തന്നെ ആ ഓഫീസിലിരിക്കാനുള്ള സഹായം കമ്പനി ചെയ്യും എന്ന് തന്നെയാണ് ഇവിടെ ലീഗൽ അഡ്വൈസർ ആമിർ എത്തിയിട്ടുണ്ട്. ആമിറിനോട് പറഞ്ഞിരിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ്. നാളെ രാവിലെ മുതൽ കുട്ടികൾ അവിടെ കയറും എന്നുള്ളതാണ് വിശ്വാസം. എന്തെങ്കിലും അഡീഷണൽ പറയാനുണ്ടോ? ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്നിവിടെ മീറ്റിങ്ങിന് വന്നിട്ടുള്ളത്. മാനേജ്മെൻറ്റ് വരാത്ത സാഹചര്യത്തിൽ അവരുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവും കമ്പനിയിലെ കുട്ടികൾ, കോറോ ഹെൽത്തിലെ കുട്ടികൾ ട്രേഡ് യൂണിയൻസായിട്ട് വിശദമായിട്ടുള്ള മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. ഇന്ന് മുതൽ തന്നെ ബഹുമാനപ്പെട്ട MLA പറഞ്ഞതുപോലെ തന്നെ കമ്പനി തുറന്ന് പ്രവർത്തിക്കും. ആസ് കുട്ടികൾക്ക് അവിടെ ഇരിക്കാനുള്ള മറ്റ് സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. 10-ാം തീയതി കമ്പനി റീസ്റ്റാർട്ട് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഫുൾ ഫ്ലെഡ്ജിൽ വർക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഗവൺമെൻറ്റിന് അതിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സഹായം അവർക്ക് വേണമെങ്കിൽ വാട്ട് എവർ സപ്പോർട്ട് നീഡഡ് അത് സർക്കാർ ചെയ്തു കൊടുക്കുന്നതാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ നേരിട്ട് തന്നെ വന്ന് മീറ്റിംഗ് നടത്തുന്നുണ്ട്. ടിൽ ദെൻ നമ്മൾ ക്ലോഷറുമായിട്ട് ഒന്നും ലീഗൽ പ്രൊസീജിയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇസ് ഓൾസോ നോട്ട് സ്റ്റാർട്ടിങ്. വി ആർ വെയിറ്റിംഗ് ഫോർ ദ മീറ്റിംഗ് ടു ഹാപ്പൻ. അതുവരെ തുടർന്ന് പോകുന്നതാണ്. താങ്ക് യു. നേരത്തെ തിരിച്ചുവിട്ട നടപടി മരവിപ്പിച്ചിരുന്നു. അതിനുശേഷം പിന്നീടാണ് പെട്ടെന്ന് ആ ധാരണ തെറ്റിച്ചുകൊണ്ട് അവരുടെ ഓഫീസിൽ വരേണ്ടതിനാണ് അറിയിച്ചത്. അപ്പോൾ അതിൻ്റെ കമ്പനി എന്താണെന്ന് കമ്പനിയുടെ പ്രതിനിധി പറഞ്ഞിട്ടുണ്ട്. ഈ അന്നത്തെ ദിവസം തന്നെ വൈകുന്നേരം കുട്ടികളുടെയൊക്കെ അക്കൗണ്ടിലേക്ക് പൈസ അയക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് ആദ്യം നമ്മളുടെ ലേബർ ഓഫീസർ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് അവരവിടെ നിന്ന് വരുമ്പോൾ തന്നെ ബാങ്ക് അഡ്വൈസ് കൊടുത്തിട്ടാണ് വന്നത്. അതുകൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ക്രെഡിറ്റ് ആയി പോയത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് എത്രത്തോളം ശരിയാണെന്നറിയില്ല. ചിലപ്പോൾ ബാങ്കിൽ നിന്നും അത് പ്രോസസ്സ് ചെയ്ത് പോയത് കൊണ്ടായിരിക്കാം ക്രെഡിറ്റ് ആയിരിക്കണേന്ന് വിചാരിക്കുന്നു. അവരുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് റെപ്രസെന്റേറ്റീവ് വരും. എക്സാക്ട്ലി ആരാണെന്നുള്ളത് അവർ ഇതുവരെ നമുക്ക് കൺഫർമേഷൻ തന്നിട്ടില്ല. സംബഡി ഹു ഈസ് കോമ്പിറ്റന്റ് ഇനഫ് ടു ടേക്ക് എ ഡിസിഷൻ ഇൻ ദിസ് മാറ്റർ. 10-ന് അവർ വരുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. 10-ന് അവർ വന്നില്ലെങ്കിൽ ഇതിന്റെ ലീഗൽ നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. ഞങ്ങൾ ലീഗൽ ക്ലോഷറിനുള്ള നോട്ടീസുള്ള മറ്റ് നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ കൂടി ആയിട്ട് ചർച്ച ചെയ്തതിന് ശേഷം നിയമപരമായി 100 ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 പ്രകാരമാണെങ്കിൽ 100 തൊഴിലാളികളുടെ മേലെയുള്ള സ്ഥാപനം ക്ലോഷർ ചെയ്യണമെങ്കിൽ 90 ഡേയ്സിന് മുന്നേ ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ വാങ്ങേണ്ടതാണ്. ഐ മീൻ ആസ് എൻ ഗവൺമെൻറ്റിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. 60 ദിവസത്തിനുള്ളിൽ പെർമിഷൻ കിട്ടിയില്ലെങ്കിൽ ഇറ്റ്സ് എ ഡീംഡ് അപ്രൂവൽ. നമ്മുടെ IR കോഡ്, ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് പ്രകാരമാണെങ്കിൽ 300 തൊഴിലാളികളിൽ മേലെയുള്ളയാണെങ്കിൽ ഈ പ്രൊവിഷൻ ആപ്ലിക്കബിൾ ആവുക. സോ ഇവിടെ ഇപ്പം 616ഓളം ജീവനക്കാർ നമ്മുടെ എറണാകുളത്തും 300ഓളം ജീവനക്കാർ കോഴിക്കോടും ഉണ്ട്. സോ ഏത് ആക്ടിൻ്റെ പ്രൊവിഷൻ എടുത്താലും പ്രൊവിഷൻസ് ആർ ആപ്ലിക്കബിൾ ഫോർ ദിസ് ഫേം. സോ ഇവരിങ്ങനെ നമുക്കൊരു നോട്ടീസോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ ഇൻഫോം ചെയ്യാത്ത സാഹചര്യത്തിൽ ദിസ് വിൽ ബി ഡീംഡ് ആസ് എൻ ഇല്ലീഗൽ ക്ലോഷർ ആസ് ഓഫ് നോ. സോ നമ്മൾ അതിൻ്റെ പ്രൊസീജിയേഴ്സായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. ഇഫ് നമുക്ക് 10-ാം തീയതിയിലെ ചർച്ചയിൽ ഒരു സമവാക്യത്തിൽ എത്താൻ പറ്റിയില്ലെങ്കിൽ, ആ കൺസിലേഷൻ സക്സസ് ആയില്ലെങ്കിൽ, അവരുടെ ഭാഗത്ത് നിന്ന് ആസ് ഓഫ് നൗ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ആണ് പറഞ്ഞിട്ടുള്ളത്. പുള്ളിയുടെ അപ്രോച്ചസിലേക്ക് പ്രോഫിറ്റ് അല്ല, കമ്പനിക്ക് പ്രോജക്റ്റ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതായത് ഈ സ്പെസിഫിക് ലൊക്കേഷനിലുള്ള പ്രോജക്റ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ കുട്ടികളുടെ ഭാഗത്ത് നമുക്ക് വേറെ അങ്ങനെയുള്ള ഇഷ്യൂസ് ഇല്ലെന്നും പറയുന്നുണ്ട്. സോ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വന്നാലേ നമുക്കത് ഫൈനലൈസ് ചെയ്യാൻ, അതായത് ഇതിന് ക്ലാരിറ്റി ലഭിക്കുള്ളൂ. ഇപ്പം നമ്മളത് അന്ന് ചർച്ച ചെയ്തതിന് ശേഷം എന്താണ് അവരുടെ അപ്രോച്ച് എന്ന് നോക്കിയിട്ട് നിലപാട് മിനിസ്റ്റർ കൂടി ആയിട്ടുള്ള ചർച്ചയിൽ തീരുമാനിക്കുന്നതാണ്. ആസ് ഓൺ നോ നമുക്കത് പറയാൻ പറ്റില്ല. സ്ഥാപനം വർക്ക് ചെയ്യും. ഇവരിപ്പോൾ തന്നെ ഇന്ന് തന്നെ കയറും. നമ്മുടെ DLO ജില്ലാ ഓഫീസറും ഒരു അസിസ്റ്റന്റ് ലേബർ ഓഫീസറും അവിടെ ഉണ്ടായിരിക്കും. കാരണം ഇന്നത്തെ ഒരു സിറ്റുവേഷൻ റിപ്പീറ്റ് ചെയ്യരുത് എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടി. അങ്ങനെയുള്ള കാര്യങ്ങൾ ലീഗൽ റെപ്രസെന്റേറ്റീവ് മുഖേന ആസ് ഓഫ് നോ പറഞ്ഞിട്ടില്ല. നമ്മൾ അതൊക്കെ 10th ചർച്ചയിൽ ഇൻക്ലൂഡ് ചെയ്ത് സംസാരിക്കുന്നതാണ്. കോഴിക്കോട് ഓൾറെഡി RJLC അന്നൊരു മീറ്റിംഗ് വിളിച്ചിരുന്നു. ഇന്നിവിടെ കോറോ ഹെൽത്തിന്റെ കോഴിക്കോടുള്ള ജീവനക്കാരുടെ പ്രതിനിധികൾ എത്തിയിട്ടുണ്ട്. നമ്മൾ നേരിട്ട് സംസാരിച്ചിട്ടില്ലല്ലോ അവരോട്, അതുകൊണ്ട് കടുംപിടുത്തം എന്നുള്ളത് പറയാറേ ആയിട്ടില്ല. കൊച്ചിയിൽ തന്നെയായോ? തുറന്ന് പ്രവർത്തിക്കണം എന്നുള്ള നോട്ടീസ് കൂടി ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് മിനിറ്റ്സും നോട്ടീസും കൂടി ഞങ്ങൾ കമ്പനിക്ക് നൽകുന്നുണ്ട്. ഇപ്പം തന്നെ 30 minutes ഇപ്പം തന്നെ കൊടുക്കും.